അതെ, ഇവിടെ വേറെ ആരും വന്നിട്ടില്ലല്ലോ? ഇല്ല. ഇല്ല. എന്താ മാർക്കോ? സാറിന്റെ വീൽ ചെയർ ഇവിടെ ഇവിടെ തന്നെയുണ്ട് മാർക്കോ. സാറ് പെട്ടെന്ന് പോയി അതിലിരിക്കെ. എടാ, എന്തു പറ്റി? സാറ് പറയുന്നൊന്ന് കേക്ക്. ലോപ്പസേ, അത് കിടത്തോട്ടോ. എന്താ മാർക്കോ പ്രശ്നം? അല്ല, സാറ് പെട്ടെന്ന് അതിലോട്ടിരിക്കെ. എന്തു പറ്റിയടാ മാർക്കോ? എന്തെങ്കിലും ഇല്ലാതെ ഞാൻ ഇങ്ങനെ പറയത്തില്ലല്ലോ. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുത്തൻ ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് വരുന്നത് കണ്ടു. അവൻ ഹെൽമെറ്റ് ധരിച്ചിരുന്നതുകൊണ്ട് അവന്റെ മുഖം കാണാൻ പറ്റിയില്ല. സാറ് നടക്കുന്നോന്നറിയാൻ വേണ്ടി ആരോ വന്ന പോലുണ്ട്. ഇന്നിവിടെ സാറിന്റെ വെഡിങ് ആനിവേഴ്സറി നടക്കുന്നുണ്ടെന്ന് പലർക്കും അറിയാം, പ്രത്യേകിച്ച് ആ മേഘന്. അതറിഞ്ഞു വെച്ചിട്ട് അവൻ ആളെ വിട്ടതായിരിക്കും. അതല്ലെങ്കിൽ ഇന്നത്തെ ദിവസം സാറിനും മഹാലക്ഷ്മിക്കും അപകടം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടെ ആരെങ്കിലും വിട്ടതായിരിക്കും. നമുക്ക് പുറത്തിറങ്ങി നോക്കിയാലോ? നമുക്കല്ല, ഞാൻ നോക്കിക്കോളാം. ഇവിടെ കാര്യങ്ങൾ നടക്കട്ടെ. അവൻ എന്തായാലും പിന്നാമ്പുറത്ത് കാണും. ജനാലയിലൂടെ അകത്തേക്ക് നോക്കാനോ അല്ലെങ്കിൽ തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ നിറയൊഴിക്കാനോ ആയിരിക്കും അവൻ വന്നിരിക്കുന്നത്. പിന്നെ സാറിനും മഹാലക്ഷ്മിക്കും എപ്പോഴും ഒരു ഭാഗ്യമുണ്ട്. അതുകൊണ്ടാണ് അവൻ ഞങ്ങളുടെ കണ്ണിൽ പെട്ടത്. ദൂരെ ബൈക്ക് നിർത്തിയിട്ട് ഒരുത്തൻ ഇങ്ങോട്ട് നടക്കുന്നത് കണ്ടപ്പോഴേ ഞങ്ങളുടെ വണ്ടി അവിടെ നിർത്തി. അവിടെ നിന്നുകൊണ്ട് അവനെ വാച്ച് ചെയ്താ വന്നത്. ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു അത്യാഹിതവും സംഭവിക്കാൻ പാടില്ല. എല്ലാ അർത്ഥത്തിലും സാറ് മഹാലക്ഷ്മിയും ആഹ്ലാദത്തോടെ തിരിച്ചു പോകേണ്ട ദിവസമായത്. ആ ദിവസത്തിൽ ആരുടെയും കണ്ണീരൂടെ വീഴാൻ പാടില്ല. ലോപ്പസേ, നോക്കിക്കോണം. ഞാനിതാ വരുന്നു. ഇത് ബെഡ്റൂം ആണല്ലോ, ഒന്നും കാണാനും പറ്റുന്നില്ല.
അയ്യോ അയ്യോ എന്താണ് ഒടിഞ്ഞേ അയ്യോ